അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ക്രിയേറ്റീവ് പോസ്റ്റ് ഡിസൈനാണ്. നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലത്തെ ഒരു പോസ്റ്റാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഈ ന്യൂസ് കേട്ടാൽ കീടങ്ങൾ ഷോക്കാകും. ഈ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് കുറ്റി പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൽ. നമുക്ക് വേണ്ട മലയാളം ടെക്സ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മേളിൽ കാണുന്ന കൺവേർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴെ FML സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം എന്നിട്ട് കോപ്പി കൊടുക്കാം. ഇപ്പോൾ അതൊരു കോഡ് ഫോർമാറ്റിലായിട്ടുണ്ട്. പിന്നീട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൈറ്റിൽ എലമെൻ്റൊക്കെ ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ ആ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു മൈനസ് സിമ്പിൾ കാണാൻ പറ്റും. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ആ പാറ്റേൺ ന്യൂസ് പേപ്പർ വയ്ക്കുന്നൊരു PNG ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഫയലിൽ പ്ലേസ് എംബഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടി ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഇമേജ് ഞാൻ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് വെക്കുന്നത്. കാരണം ഈ ഒരു ഇമേജാണ് നമ്മുടെ പോസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വെക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കണ്ട താഴെ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ആ ഒരു സോഫയുടെ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ലാസോ ടൂൾ വെച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ സ്മഡ്ജ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ലെയർ ഒന്ന് റാസ്റ്ററൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് സ്മഡ്ജ് ടൂൾ വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം സ്മഡ്ജ് ടൂൾ വെച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്തെ കാലിൽ സെയിം പരിപാടി തന്നെ ചെയ്യണം. അവിടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ലാസർ ടൂൾ വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം സ്മഡ്ജ് ടൂൾ വെച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആ പാറ്റയുടെ കാലിൻ്റെ അവിടെ കുറച്ച് ഏരിയ ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസർ ടൂൾ വെച്ചിട്ട് ആ ലെയറിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ കാലിലും കുറച്ച് ഏരിയ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും അതേപോലെ തന്നെ ലാസർ ടൂൾ വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഹാർമോണൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് ഫോട്ടോഷോപ്പിലെ പുതിയൊരു ഫീച്ചറാണ്. ഈ ഇടയ്ക്ക് വന്ന അപ്ഡേറ്റിൽ വന്നൊരു ഫീച്ചറാണ്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സബ്ജക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ്. അതിനായിട്ട് നമുക്ക് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ടാസ്ക് ബാറിൽ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഹാർമോണൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഷാഡോ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കളർ മാച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 3 വേരിയേഷനാണ് വന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് വേരിയേഷനാണ്. ബാക്കിയെല്ലാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വേരിയേഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്ററിൽ വെക്കാനുള്ള അടുത്ത ഇമേജ് ആഡ് ചെയ്യണം. ഈ ഒരു ഇമേജാണ് ഞാൻ താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമേജ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയലിൽ പ്ലേസ് എംബഡഡ് കൊടുത്താൽ മതി. പിന്നീട് ഞാൻ അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനത് ആ ഒരു പൊസിഷനിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഞാൻ ആ കോപ്പി എടുത്ത ലെയറും ആ ഒരു ആഡ് ചെയ്ത ലെയറും കൂടി ഒന്ന് മെർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാർമോണിക്സ് സെലക്ട് ചെയ്യണം. ഇത് ജനറേറ്റ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് 3 വേരിയേഷൻസ് വന്നിട്ടുണ്ട്. 3 വേരിയേഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 3 വേരിയേഷൻസും വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റത്തെ വേരിയേഷനാണ്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതൊന്ന് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ടൊന്ന് റഫായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എന്തായാലും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴെ കുറച്ച് ഏരിയ ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സൂം ചെയ്തിട്ട് അവിടെ ഒന്ന് ലാസർ ടൂൾ വെച്ചിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ്. പിന്നീട് ഞാൻ ആ സെലക്ഷൻ മാത്രം സെപ്പറേറ്റ് ഒരു ലെയർ ആക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഐഡിയ ഇതൊന്ന് ചെറുതാക്കിയിട്ട് ആ സോഫയുടെ ബാക്കിലൊന്ന് വെക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് കറക്റ്റ് ആ ഒരു സൈസിലോട്ട് കൊണ്ടുവരാൻ നോക്കണതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കറക്റ്റ് സൈസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ആ സോഫയുടെയും കോക്രോച്ചിൻ്റെ ആ ഒരു PNG ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് സെലക്ഷൻ ഒന്ന് എടുക്കണം. അതിനുശേഷം ഞാൻ ഓൾട്ട് ഞെക്കിയിട്ടൊന്ന് മാസ്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതൊന്ന് ഹാർമോണൈസ് ചെയ്യണം. അതിന് ഞാൻ ടാസ്ക് ബാറിൽ ഹാർമോണൈസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വേരിയേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ എനിക്ക് ഫസ്റ്റത്തെ വേരിയേഷൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വേരിയേഷൻ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഷാഡോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ടൈറ്റിലൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മൈനസ് സിമ്പിൾ വന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ ഫോണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു ഫോണ്ട് FML കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
ഇങ്ങനെ ഒരു മൈനസ് സിമ്പിൾ വരാറുള്ളതാണ്. അപ്പോൾ ഇതൊരു ടൈറ്റിൽ ഫോണ്ട് ആയതുകൊണ്ട് നമുക്കത് ഇഷ്യൂ വരാറില്ല. പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമോ അത്. അതിനുശേഷം ഞാൻ ഈ കാണുന്ന പോലെ ഓരോന്ന് സെലക്ട് ചെയ്ത് Ctrl+X അടിച്ച് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ലെയർ ആക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അതാണ് കൂടുതൽ എളുപ്പം അലൈൻ ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ അലൈൻമെൻറ്റ് ഞാൻ അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്പീഡിൽ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പോസ്റ്ററിൽ ടൈറ്റിൽ നമ്മളെടുക്കുന്ന വിഷ്വലാണ് മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അത് മാക്സിമം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ അലൈൻമെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ എല്ലാ ലെയറും കൂടി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം. എനിക്ക് ആ ടോട്ടൽ ടൈറ്റിലൊന്ന് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലെയർ പാനൽ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ചെയ്താൽ. അപ്പം ഞാനെന്തായാലും ഈ പോസ്റ്ററിന് സ്യൂട്ടാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് വലുതാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്ററൊക്കെ ചെക്ക് ചെയ്ത് തന്നെ വെക്കണം. പിന്നീട് ഞാൻ ആ കോക്രോച്ചിൻ്റെ ഒരു കൊമ്പ് കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ലെയറിൻ്റെ മുകളിലോട്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ സെലക്ഷൻ ഫുള്ള് വേണ്ട. ആ ഒരു തലയുടെ ഭാഗവും ഒരു കൊമ്പിൻ്റെ ഒരു ഭാഗം മാത്രം മതി. ഞാൻ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ആ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ അപ്ഡേഷനിൽ വന്നതാണ്. അതിന് മുന്നേ വരെ ആ ഓപ്ഷൻ ക്യാമറ റോ ഫിൽറ്ററിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ലെയറായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഫൈനൽ വർക്ക് അറിയാവുന്നവർക്ക് വേണ്ടി ചെയ്തതാണ്. ഒരു ക്രിയേറ്റീവ് പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫോട്ടോഷോപ്പ് ഒട്ടും അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടോ ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.